ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജനകീയ സമരത്തിന് സിപിഐ നേതൃത്വം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി പി ഗവാസ്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാനും പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കാനും ജനകീയ സമരത്തിന് സിപിഐ നേതൃത്വം നൽകുമെന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി പി ഗവാസ്. പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി അധികൃതരെ ബന്ധപ്പെടുമെന്നും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി സമരം നടത്തുമെന്നും പി ഗവാസ് പറഞ്ഞു. മാനാഞ്ചിറ കോംട്രസ്റ്റ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് തൊഴിലാളികൾക്ക് അനുകൂല നടപടി ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷ. കോൺട്രസ്റ്റിന്റെയും മാവൂരിലെ ഗ്വാളിയർ റയോൺസിന്റെയും ഭൂമി പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനം സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ജില്ലയിൽ മിന്നും വിജയം നേടാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും പി ഗവാസ് പറഞ്ഞു. ആദ്യം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ വിജയത്തെ നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി അതിന്റെ വിജയത്തെ കൊണ്ടുപോകണം എന്ന അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്ക് ഈ ഒരു കോഴിക്കോട്ടെ വിജയം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇടതുപക്ഷ മുന്നണിയുടെ കേരളത്തിലെ വികസന നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മൂന്നാം തവണയും ഇടതുപക്ഷം വരിക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി കെ സജിത് കുമാർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണത്തിന് 1,00,000 പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്ന് മന്ത്രി എം പി